ആദ്യമായിട്ട് കൺഗ്രാറ്റുലേഷൻസ് അത് പറഞ്ഞു തുടങ്ങാം. ശരിക്കും നമ്മൾ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചില്ലറ പരിപാടി അല്ല. എല്ലാവരും അങ്ങനെ വിചാരിക്കും നിനക്ക് കുറച്ച് വാക്കുകൾ ഇരുന്ന് പറഞ്ഞാൽ പോരെ, പക്ഷെ അത് അതിൻ്റെതായ ഒരു ടെക്നിക്കും ടാക്ടിക്കും ഒക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ അമൃത TV ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് 2025 ബെസ്റ്റ് മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളൊരു അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. എന്ത് തോന്നുന്നു? സന്തോഷം. ഞാനിപ്പോ ആ അവാർഡ് കിട്ടിയതിനു ശേഷം അമൃതയുടെ സിമ്പലും ലോഗാണ് എല്ലായിടത്തും കാണും. ഇത്രയും ദിവസം ശ്രദ്ധിക്കാത്ത കുറെ കാര്യങ്ങൾ കണ്ടു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പാലത്തിന്റെ മുകളിൽ കൂടെ പോയപ്പോ നിറച്ചു ബോർഡ് അമൃതയുടെ. ഇത്രയും ദിവസം കാണാത്തായിരുന്നു, പക്ഷെ അത് കിട്ടിയപ്പോ അതിങ്ങനെ കണ്ടു തുടങ്ങി. പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയി. കുട്ടികൾ 100 പിള്ളേരുണ്ടായിരുന്നു, പല സ്കൂളിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. അപ്പൊ ഞാൻ ഓരോ സ്കൂളും ചോദിച്ചിട്ട് അതിൽ പെട്ടെന്ന് കുറച്ച് കുട്ടികൾ അമൃത വിദ്യാലയം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്നൊരു ഇഷ്ടം തോന്നി. ഈ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് പേർക്ക് താങ്കൾ എടുക്കുന്ന ക്ലാസ്സുകളാണെങ്കിലും ചെയ്യുന്ന വീഡിയോകളാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ്. ഇപ്പൊ മോട്ടിവേഷൻ കുറഞ്ഞിരിക്കുന്ന ഒരാളെ ഒരു 2 മിനിറ്റ് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ എന്നെ മോട്ടിവേറ്റ് ചെയ്യും, ഞാൻ ഭയങ്കര മോട്ടിവേഷൻ കുറഞ്ഞങ്ങ് നിൽക്കുകയാണ്, 2 മിനിറ്റ് കൊണ്ട് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം. ഭാഗ്യ സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞില്ലല്ലോ അല്ല. എന്നാലും ഞാൻ ആക്ച്വലി ചെയ്യുന്നത് എന്താ വെച്ചാൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ചേട്ടാ ചിന്ത കൂടിയിട്ടുള്ള പ്രശ്നം, അപ്പൊ ചിന്ത കുറയ്ക്കാൻ വേണ്ടി അല്ല, ഇത് ആക്ച്വലി നമുക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ എല്ലാത്തിൽ നിന്നും പഠിക്കും, അനുഭവങ്ങളിൽ നിന്ന് പഠിക്കും. അത് നല്ല അനുഭവങ്ങളും ദുരന്ത അനുഭവങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും, അതിന് പുറത്തു വരും. പക്ഷെ എല്ലാവർക്കും ആ അനുഭവങ്ങളിലൂടെ പഠിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. നമ്മളൊരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ അത് സൃഷ്ടിക്കുക ചെയ്യാം. അത് അതിന്റേതായ ഒരു രീതി. പെട്ടെന്ന് പുറത്ത് കണ്ടുവച്ച് എന്നൊന്നും പറഞ്ഞാലൊന്നും മോട്ടിവേഷൻ കയറൂല. ഈ നമ്മുടെ നഗരത്തിൽ ഒരുപാട് പേര് ഈ സിനിമയിലൊക്കെ കയറാൻ മോഹിച്ച് നടക്കുന്നവരുണ്ട്, പക്ഷെ സിനിമയിൽ ചാൻസ് കിട്ടുന്നില്ല. അതെന്താ എനിക്ക് മാത്രം ചാൻസ് കിട്ടാത്ത എന്ന് വിഷമിച്ച് പക്ഷെ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം അത് നിരന്തരം ചെയ്യാന്നുള്ളത്. നിരന്തരം നിർത്താതിരിക്കുക. ശരിക്കും പറയാല്ലേ, ചിലപ്പോ കിട്ടിയാൽ കിട്ടുന്ന സന്തോഷത്തെ വലുതായിരിക്കും അതിലേക്കുള്ള യാത്ര. അത്രയും കഷ്ടപ്പെടുമ്പോ കിട്ടുന്ന റിസൾട്ടിന് മധുരം കൂടുതലായിരിക്കും. എല്ലാവർക്കും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ. ചിലപ്പോ ഒരു അപരിചിതന് പോലും നിങ്ങളെ ഒരു തോളത്തൊരു തട്ട് തട്ടിയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ സൽമാൻ ഖാന്റെ ഹൃതിക് റോഷന്റെ സിനിമ ജിമ്മിൽ ആളുകൾ കൂടും. ഒരുപാട് പേര് ജിമ്മിൽ പോകുന്നുണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ട് അതും ഒരു മോട്ടിവേഷൻ ആയിട്ട് കണ്ടു പോകുന്നവരുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഓരോ അനുഭവങ്ങളിൽ നിന്നൊക്കെ കിട്ടും. ഈ എന്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഞാനൊരു ചെറിയ രീതിയിൽ ചേട്ടാ ഇതാ ഞാൻ ഈ രീതിയിലുള്ള ഒരു മോട്ടിവേറ്ററാ, പക്ഷെ നമ്മൾ എത്ര കിടലും ഒരു ലൈഫ് ജീവിക്കുന്ന ആളാവണം നിർബന്ധമില്ല. അപ്പൊ സ്വമേധയാ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോ ചേട്ടൻ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? എനിക്കുണ്ട്, മെന്ററൊക്കെ ഉണ്ട്. പേഴ്സണൽ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി വരും, എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ മെസ്സിക്കും കോച്ചുണ്ടല്ലോ, സച്ചിനും ഉണ്ട് പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു കോച്ചും. അപ്പൊ നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണാൻ പറ്റുന്ന കുറച്ച് ആളുകളായി മെന്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നേരത്തെ പോയവര്. അതങ്ങനെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ഇപ്പൊ ഈ കൊറോണ വന്ന സമയത്ത് ഞാനും ഡൗൺ ആയി. കൊറോണ വന്ന സമയത്ത് നമ്മള് നിരന്തരം ആളുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച് നിന്നിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം എല്ലാം കൂടി പോയപ്പോ നമ്മൾ ഡൗൺ ആയി. അപ്പൊ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഞാനും പിന്നെ സുഹൃത്തുക്കളായ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി. അത് പോവാൻ നമുക്ക് നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ആളുകളുണ്ട്. അതൊക്കെ ഉണ്ടാവും. എല്ലാവരും മനുഷ്യന്മാരല്ലേ, നമുക്കൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കാന്ന് പറയാം. നമ്മൾ ECG പക്ഷെ നമ്മൾ ചിലർ പറയില്ലേ, കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളെ പറ്റി രണ്ടെണ്ണം പുകഴ്ത്തി പറയുകയാണെങ്കിൽ അത് വലിയ മോട്ടിവേഷൻ. അത് വർക്ക്ഔട്ട് ആവും. തരത്തിലാണ്. ചിലപ്പോ ചീത്ത കിട്ടിയാലോ ഒന്നും. അതായത് പ്രഷർ ഇൻ പ്രഷർ അവേ, പ്ലഷർ ഇൻ പ്ലഷർ അവേ എന്ന് പറയും. ചിലർക്ക് പ്രഷർ കിട്ടിയാൽ വർക്ക് ചെയ്യും, ചിലർക്ക് പ്രഷർ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യും. അതായത് ഒരു കാര്യം കിട്ടി കഴിഞ്ഞാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ നാളെ വൈകുന്നേരം ചെയ്ത് തരാം, പ്രഷർ ഇല്ലെങ്കിൽ. ചിലർക്ക് പ്ലഷർ കിട്ടണം, അതായത് ഇത് ചെയ്താൽ അപ്പൊ എന്തെങ്കിലും സമ്മാനം കിട്ടണം. ചിലർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്ലഷർ മുടങ്ങി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ പല ടൈപ്പ് ആയിരിക്കും. അതെ, ഇപ്പൊ 2 മിനിറ്റ് ഇവിടെ നിന്നപ്പോ തന്നെ എനിക്ക് എന്തൊക്കെയോ വല്ലാത്തൊരു ഇത് കിട്ടിയതുപോലെ. അപ്പൊ എന്താണെങ്കിലും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻ ചേട്ടാ. ഇതുപോലെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ, കൂടുതൽ വീഡിയോസ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. ഒരു ചോദ്യം കൂടെ, അമൃത TVയിലെ പ്രോഗ്രാംസ് കാണാറുണ്ടോ? ഫണ്ട്സ് അപ്പോൺ എ ടൈം കാണാറുണ്ട്, സൂപ്പർ സ്റ്റാർ കാണാറുണ്ട്. അതിന്റെ ഒക്കെ ഫാനാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. Let's welcome Abhishek Guruvayur, everyone. The most popular motivator award.